ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്നൊക്കെ ചിലരെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ. ഇസ്ലാമിക ചരിത്രത്തിൽ അത്തരത്തിലൊരു അപൂർവ പ്രതിഭയുണ്ട്. ജന്മന ഇരു കണ്ണുകൾക്കും കാഴ്ചയില്ലാത്തൊരു കുട്ടി, പക്ഷെ കേൾക്കുന്ന എല്ലാം ഒരു പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യുന്നത് പോലെ തൻ്റെ തലച്ചോറിലേക്ക് കയറ്റി വെക്കുന്ന അത്രമേൽ അപാരമായ ഓർമ്മശക്തിയുള്ള വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കനുസരിച്ച് എൻ്റെ ചെവിയിൽ വീണ ഒന്നും എൻ്റെ ഹൃദയം പിന്നീട് ഓർത്തെടുക്കാത്ത ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല എന്നാണ് ഇസ്ലാമിക ചരിത്രത്തിലെ പ്രമുഖ പണ്ഡിതൻ, ബസ്രയുടെ പണ്ഡിതൻ ഇമാം ഖതാദത്ത് ഇബ്നു ദിആമ. ഹിജ്റ വർഷം 60 ബസ്വറയിലാണ് ഖതാദ ജനിക്കുന്നത്. അത്ഭുതകരമായ ഓർമ്മശക്തിയുള്ള അദ്ദേഹം അനസ് ഇബ്നു മാലിക് അടക്കമുള്ള പ്രമുഖ പണ്ഡിതരിൽ നിന്നാണ് വിദ്യ നുകരുന്നത്. അറബി ഭാഷയിലെ കവിതകൾ, ചരിത്രം, വ്യാകരണ നിയമങ്ങൾ എന്നിവയിൽ അദ്ദേഹം ജീവിക്കുന്ന ഒരു എൻസൈക്ലോപീഡിയ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ തഫ്സീർ ഖതാദ എന്ന കൃതിയാണ് പിൽക്കാലത്ത് പ്രമുഖ തഫ്സീർ ഗ്രന്ഥങ്ങളായ തഫ്സീർ തൊബരി, തഫ്സീർ ഇബ്നു കസീർ എന്നിവയുടെ പ്രധാന സ്രോതസ്സുകളായി മാറിയത്. അന്ധനായിരുന്നിട്ടും ഹദീസുകളുടെ കൃത്യമായ പരമ്പര അദ്ദേഹം മനഃപ്പാടമാക്കിയിരുന്നു. അറിവ് എഴുതി വെക്കാത്തവർക്ക് അത് നഷ്ടപ്പെടും, എന്നാൽ തൻ്റെ എഴുത്ത് എൻ്റെ ഹൃദയത്തിലാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. പ്രമുഖ ഹദീസ് പണ്ഡിതൻ ഇമാം സുഹരിയുടെ അടുക്കൽ ഖതാദ ഒരു സന്ദർഭത്തിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് പഠിക്കുന്നതിനായിട്ടാണ് വരുന്നത്. ഒരു രാത്രിയിൽ 100 കണക്കിന് ഹദീസുകളാണ് ഇമാം സുഹരി അദ്ദേഹത്തിന് ചൊല്ലിക്കൊടുക്കുന്നത്. കേട്ട മാത്രയിൽ തന്നെ അവയെല്ലാം മനഃപ്പാടമാക്കുന്ന അദ്ദേഹം ഇമാം സുഹരിയോട് ഇനിയും വേണം തനിക്ക് ഹദീസുകൾ എന്ന് പറയുമ്പോൾ ഇമാം സുഹരി അതിശയിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവയെല്ലാം ഒന്നും തെറ്റാതെ തന്നെ സുഹരിക്ക് അദ്ദേഹം ചൊല്ലിക്കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇമാം സുഹരിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: താങ്കളെപ്പോലെയുള്ള ഒരു പ്രതിഭയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. താങ്കളുടെ കാഴ്ചയില്ലായ്മയെ അള്ളാഹു അപാരമായ അറിവിൻ്റെ പ്രകാശം കൊണ്ട് പകരം നൽകിയിരിക്കുന്നു എന്നാണ്. ഹിജ്റ വർഷം 117 പ്ലേഗ് ബാധയെ തുടർന്നാണ് ഈ മഹാപ്രതിഭ വഫാത്താകുന്നത്. സ്വന്തം ശരീരത്തിൻ്റെ കുറവുകളെ ഓർത്ത് വിഷമിക്കുന്നവർക്ക് ഇമാം ഖതാദയുടെ ജീവിതം വലിയൊരു പ്രചോദനമാണ്.